കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ വരുന്ന ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് ഒക്ടോബർ 2-ാം തീയതി ഒരു ഗാന്ധി ദർശൻ യാത്ര നടത്തുന്നത് നിങ്ങളെ അവരെയും അറിയിക്കുന്നതോടൊപ്പം കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധിജിയുടെ മൂല്യങ്ങളും തത്വങ്ങളും അഹിംസ സിദ്ധാന്തമെല്ലാം വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഗാന്ധി ദർശൻ യാത്രയാണ്. അതോടൊപ്പം ഗാന്ധിജിയുടെ ഒരു പ്രതിമ കോടശ്ശേരി കോൺഗ്രസ് മണ്ഡലത്തിൻ്റെ ആസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഗാന്ധിജിയുടെ വെളിച്ചം മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുത്ത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിലും കുറച്ചും കൂടി ആത്മാർത്ഥമായി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് കോടശ്ശേരി മണ്ഡലം സെക്രട്ടറി വിൻസൻ മണവാളൻ, പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റ് ജെയിംസ്, പാർലമെന്ററി പാർട്ടി ലീഡർ ഷാജു മേക്കോട്ടോളം. ഈ യാത്ര നടത്തുന്നത് ചൗക്ക സെൻറ്ററിൽ നിന്ന് തുടങ്ങി കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് 6 മണിക്ക് മേച്ചറ പാർട്ടി ഓഫീസിൽ ആണ് എത്തിച്ചേരുന്നത്. അത് പാർട്ടിയുടെ ഓഫീസിന് മുമ്പിൽ പഞ്ചായത്ത് കഴിഞ്ഞു. സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ MT ഡേവിസ് ആണ്. ജാഥ ചൗക്ക് സെന്ററിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ 8 മണിക്ക് ജാഥ ഉദ്ഘാടനം ചെയ്യും. 24 കേന്ദ്രങ്ങളിലൂടെയാണ് ജാഥ കടന്നു പോവുക. വൈകിട്ട് 6 മണിക്ക് മേച്ചറ സെന്ററിൽ ഒരു പൊതുസമ്മേളനവും പാർട്ടി ഓഫീസിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിക്കുക. ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനത്തിന്റെ സമയത്ത് നമ്മുടെ മുൻ ദൂരദർശനിൽ വാർത്ത വായിച്ചിരുന്ന റീഡറായിരുന്ന R ബാലകൃഷ്ണൻ, അദ്ദേഹമാണ് ഗാന്ധി സന്ദേശം, സ്മൃതി സന്ദേശം പകരുന്നത് ബാലകൃഷ്ണൻ സാറാണ്. അതിനുശേഷം അവിടെ ഒരു പൊതുസമ്മേളനമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഗാന്ധിജിയെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. NCERT സിലബസിൽ പോലും ഗാന്ധിജിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനൊരു തിരുത്തിയെഴുത്ത് നാളെയുടെ തലമുറയ്ക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രാദേശിക രാഷ്ട്രീയം, അതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഈ ആശയങ്ങളെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ജാഥയിലുടനീളം നമ്മൾ സംസാരിക്കുക. 24 കേന്ദ്രങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ ഗാന്ധിജിയോടുള്ള അവഗണനയും അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ രാഷ്ട്രീയ കക്ഷികളുടെ ദുർഭരണവും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ജാഥയിലുടനീളം നമ്മൾ പ്രതിപാദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രതിമാനാച്ഛാദനം ചെയ്യുന്നത് മണ്ഡലം പ്രസിഡന്റ് ശ്രീ MO ജോൺസൺ ആണ്. അതിന്റെ ഉദ്ഘാടനം, സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP ജെയിംസ് അവറുകളാണ്. സന്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ R ബാലകൃഷ്ണൻ സാറ് നടത്തും. ബാക്കി ആശംസകൾ പ്രാദേശിക നേതൃത്വം സംഘടിപ്പിക്കും. ഇതിന്റെ പ്രാദേശികമായ തലത്തിൽ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിന്റെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് റോഡുകളൊക്കെ തോടുകളായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM നടത്തുന്ന ദുഷ്പ്രചരണമുണ്ട്. അതിലെ പഞ്ചായത്ത് പ്രസിഡന്റും MLAയും ഒക്കെ കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന CPMന്റെ ഒരു കാടത്തമുണ്ട്. വെറി പൂണ്ട രാഷ്ട്രീയക്കാരുടെ ഒരു ചിന്താഗതിയും സംസാരവും. കോടശ്ശേരി പഞ്ചായത്തിന്റെ കഴിഞ്ഞ 4 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ, വികസന കാഴ്ചപ്പാടുകളൊക്കെ ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു അവസരമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ 2020 വരെ കോടശ്ശേരിയില് ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലെ വികസന മുരടിപ്പാണ് ഒരു പരിധി വരെ കോടശ്ശേരിയെ വളരെ പിന്നോക്കം നിർത്തുന്ന അവസ്ഥ എത്തിച്ചത്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഒരു പോസ്റ്റിൽ പോലും തെരുവുകൾ ഉണ്ടായിരുന്നില്ല. 1,70,00,000 രൂപ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പഞ്ചായത്തിലും ഇത്രയും മോശമായിട്ടൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല. 1,70,00,000 രൂപ മുതൽ മുടക്കി അതിന്റെ 1,30,00,000 പ്രവർത്തികൾ പൂർണ്ണമായും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, തെരുവെടുത്ത് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ബാക്കി 40 ലക്ഷം രൂപ നമ്മുടെ
KSEBിൽ അടച്ച് അതിന്റെ അവരുടെ ഒന്ന് രണ്ട് ഐറ്റം കോവിഡ് കണ്ടക്ടർ പോലുള്ള എന്തോ ഐറ്റം വരാത്തതുകൊണ്ട് മാത്രം ഡിലേ വന്നിട്ടാണ്. 1,70,00,000 രൂപയുടെ തെരുവുകൾക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം കൊടശ്ശേരി നമ്മൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ചെലവഴിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റോഡുകൾ, തകർന്നടിഞ്ഞ റോഡുകൾ, കൊടശ്ശേരി നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് പ്രദേശത്തൊക്കെ പോയിട്ടുള്ള ആളായിരിക്കും. വളരെ മോശം സാഹചര്യങ്ങളിൽ അത്രയ്ക്കും മോശമായിട്ട് റോഡുകളായിരുന്നു കൊടശ്ശേരിയിൽ ഉണ്ടായിരുന്നത്. ട്രാംവേ റോഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റോഡാണ്. പഞ്ചായത്തിന് മുമ്പിലൂടെ കടന്നു പോകുന്ന ട്രാംവേ റോഡ് ഈ 15 വർഷം അവിടെ MLAയും അതുപോലെ തന്നെ ഇടതുപക്ഷ ഭരണസമിതി ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ കിടന്ന റോഡാണത്. നമ്മൾ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം 90 ലക്ഷം രൂപ ഇതുവരെ അവിടെ ചെലവഴിച്ചു. താഴൂർ പള്ളിയുടെ ഇപ്പുറത്ത് വരെ ഏകദേശം 2 കിലോമീറ്ററോളം റോഡ് കോൺക്രീറ്റും അതുപോലെ തന്നെ ടാറിങ്ങും നമുക്ക് പൂർത്തീകരിക്കുകയും കഴിഞ്ഞു. അതുപോലെ തന്നെ 65 ലക്ഷം രൂപ നമ്മളിപ്പോൾ വീണ്ടും വാങ്ങിയിരിക്കട്ടെ അതിന്റെ പ്രവൃത്തികൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കൾവർട്ട് പുതുക്കി പണിയണം എന്നുള്ളതുകൊണ്ട് അതിന്റെ കൂടെ NOC കിട്ടിക്കഴിഞ്ഞാൽ 65 ലക്ഷം രൂപയുടെ പ്രവൃത്തി നമുക്ക് ഈ മാസം ആരംഭിക്കാനാവും. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമുള്ള കുറ്റിച്ചിറ ചായിപ്പംകുടി റോഡിന് നമ്മൾ 25 ലക്ഷം രൂപ, മാരാങ്കോട് പാലക്കൽ റോഡിന് 25 ലക്ഷം രൂപ, ചെമ്പങ്കുന്ന് വയലാത്തറ റോഡിന് ജില്ലാ പഞ്ചായത്തുകളുടെ റോഡാണെന്ന് ആലോചിക്കണം. ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് പോലും നമ്മുടെ പ്രാദേശിക ഗ്രാമീണ റോഡുകൾക്ക് ചെലവഴിക്കേണ്ട പൈസയാണ് നമ്മൾ പലപ്പോഴും ഇതുപോലെ പ്രധാനപ്പെട്ട റോഡുകൾക്ക് നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നത്. അത്രയധികം പ്രവൃത്തികൾ റോഡ് നിർമ്മാണ മേഖലയായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടപ്പുഴയിൽ നമുക്ക് സർക്കാരിന്റെ ഒരു വലിയ വിഷനാണ് ഈ ഹരിത മാലിന്യമുക്ത കേരളം. അതിന്റെ ഭാഗമായിട്ട് കൂടപ്പുഴയിൽ നമുക്ക് ട്രൈക്കേ ബ്രേക്ക് നമുക്ക് സ്ഥാപിക്കാനും അതിന്റെ പ്രവൃത്തികൾ ഈ മാസം നമുക്ക് പണികളാണ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ തുറന്ന് പ്രവർത്തിക്കാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ 2 പുതിയ അംഗനവാടികൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാനും ഒരു അംഗനവാടിയുടെ നിർമ്മാണം ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പാരാങ്കോട് താഴൂർ ഭാഗത്ത് പരിയാടൻ ഡേവിസേട്ടൻ വിട്ടുതന്ന 7 സെന്റ് സ്ഥലത്ത് 52 ലക്ഷം രൂപയുടെ സബ് സെന്റർ സർക്കാരിന്റെ ഫണ്ട് വന്നു നിൽക്കുന്ന പൈസ നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി മാർച്ച് 31 തന്നെ അതിന്റെ പണികൾ പൂർത്തീകരിച്ച് അത് തുറന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. 4-ാം വാർഡിലെ MLA ഫണ്ട് ഉപയോഗിച്ച് വിട്ടുകിട്ടിയ സ്ഥലത്ത് 15 ലക്ഷം രൂപ മുതൽ മുടക്കി പകൽ വീട് നിർമ്മിക്കുന്ന പ്രവൃത്തി നമുക്ക് അധികം വൈകാണ്ട് തുടങ്ങാൻ കഴിയും. ഇത്തരം റോഡുകളുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ തെരുവുകളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ്. ഇതിനോടനുബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ജലജീവൻ മിഷൻ വലിയ വിവാദമായി കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് മാത്രമല്ല പ്രദേശങ്ങളിൽ മുഴുവൻ റോഡുകളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വെള്ളമില്ല വഴിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. 40 കോടി രൂപയാണ് ഏകദേശം MLAയുടെയൊക്കെ സർവഫലമായിട്ട് കോടശ്ശേരി പഞ്ചായത്തിന് മാത്രം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് ഏകദേശം 60% പ്രവൃത്തികൾ ചെമ്പങ്കുന്നിലുള്ള 20 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കും കിലാർമൊഴിയിലെ 1 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. അതിരപ്പള്ളിയിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ചെമ്പങ്കുന്ന് വാട്ടർ ടാങ്കിലേക്ക് വരാനായിട്ട് ഈ മാസം അടുത്ത മാസത്തേക്കായിട്ട് ആ വെള്ളം എത്തുന്ന പ്രക്രിയയും ചെയ്തു. പക്ഷെ റോഡുകൾ പൊളിച്ചിട്ട മുഴുവൻ റോഡുകളും തരിപ്പണമായി ഒരു തരത്തിലും സഞ്ചാര യോഗ്യമല്ലാത്ത തരത്തിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ നാട്ടികയിലുള്ള അതിന്റെ പ്രൊജക്ട് ഓഫീസ് നാട്ടികയിലാണ് ഈ ജലജീവൻ മിഷന്റെ. അവിടെ 2 പ്രാവശ്യം അവിടെ പോയി ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാര് കുത്തിയിരിപ്പ് സമരം നടത്തി. അതിനുശേഷം ജില്ലാ കളക്ടർ ഇപ്പോഴുള്ള ശ്രീ അർജുൻ പാണ്ഡ്യൻ കളക്ടറെ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ പോയി സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ കൂടി ഇടപെടലിന്റെ ഫലമായിട്ടാണ് ട്രാംവേ റോഡില് GSP അടിക്കുന്ന ഒരു ധാരണയായത്. അങ്ങനെ GSP അടിക്കാനായിട്ട് ട്രാംവേ റോഡില് കരാറുകാര് വരികയും ആ കരാറുകാരെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിക്കാതെ CPMന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയാൻ പറ്റും. കാരണം അത്ര തകർന്നടിഞ്ഞ റോഡിന്റെ ഒരു ഭാഗം താൽക്കാലികമെങ്കിലും GSP അടിച്ച് ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വരുന്നു. പക്ഷെ അതൊക്കെ വികസനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുന്ന തരത്തിൽ CPM ഇടപെട്ട് ആ പ്രവൃത്തി നിർത്തിവെക്കുകയും അതിന് അഴിമതി ആരോപിച്ച് ആ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തില് ആ കരാറുകാരെ കൊണ്ട് ജലജീവൻ മിഷൻ ഉദ്യോഗസ്ഥർ അവിടെ വിളിച്ചു വരുത്തി ഇതിന്റെ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ട് നിർബന്ധം പിടിക്കുന്നതിന് പകരം കരാറുകാരെ ആ നിർമ്മാണ പ്രവൃത്തി ചെയ്യിക്കാതെ തടസ്സപ്പെടുത്തി കയറ്റി വിടുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള ഒരുപാട് പ്രവൃത്തികൾ വികസനവുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് CPMന് കോടശ്ശേരിയിലുള്ളത്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല പ്രവൃത്തികളും പുതിയ ഭരണസമിതി വന്നപ്പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയമായിട്ട് അവർ കാണുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നിങ്ങൾ പത്രത്തില് നിങ്ങൾ മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കറിയാൻ പറ്റും. തൃശ്ശൂർ ജില്ലയിൽ മാത്രം 365 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം
തൃശ്ശൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റാതെ വന്നത് 365 കോടിയോളം രൂപ. ഇത്രയും പൈസ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ചെലവഴിക്കാതെ വരികയും അതിന്റെ ആനുപാതികമായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആ വർഷത്തെ ഫണ്ട് സ്പിൽ ഓവർ ആവുകയും, നമുക്കറിയാലോ സ്പിൽ ഓവർ ആയി കഴിഞ്ഞാൽ ആ വർഷത്തെ ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നീട് വരുന്ന വർഷത്തെ 2024-25 സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്നും ആ പൈസ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. ഈ വർഷത്തെ പൈസ നമുക്ക് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അത്തരത്തില് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നമ്മളെ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തുകയാണ്. അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഭരണസമിതിയെ മോശക്കാരാക്കുന്നതിന് വേണ്ടിയിട്ട് CPM കോടശ്ശേരിയിൽ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് സംബന്ധിച്ച് സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും സാമ്പത്തിക അരാജകത്വം പഞ്ചായത്തുകളുടെ മേല് കെട്ടിയേൽപ്പിച്ചുകൊണ്ട് പഞ്ചായത്തുകളുടെ വികസന പ്രക്രിയ തടസ്സപ്പെടുത്തുന്ന നിലപാട് തിരുത്തണം. അവരുടെ സമരം സർക്കാരിനോടായിരിക്കണം, പഞ്ചായത്തിനോടല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാറുള്ളത്. കൂടപ്പുഴയാണ് ഉദ്ദേശിച്ചത് അതോ വെല്ലിപ്രായിപ്പുറം? ആശ്രമം പള്ളിയുടെ ഓപ്പോസിറ്റ്, ഈ ചൂളക്കട കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡാണോ? ആനമല റോഡല്ലേ? ചൂളക്കട നടത്തുന്ന വടക്ക് ചൂളക്കടയുടെ സൈഡിൽ കൊടുത്ത വഴി താഴേക്ക് പോകുന്നതിലേക്കുള്ള വഴി വഴിയില്ലേ? ആ ചമ്പളം അവിടെ കയ്യേറ്റം ഉണ്ട് ആ റൂട്ടിനകത്ത്. അത് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് അധികമായിട്ട് നമുക്ക് തിരിച്ചു പിടിച്ച് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ അത് ചെയ്യാൻ പറ്റും.